ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നൊരു ഡൈമ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ BSc ക്ലാസ്സിന് പോകുന്നുണ്ട്. ഒത്തിരി എംപോസിഷൻ കിട്ടിയായിരിക്കും. ഞാൻ ഇരുന്ന് എഴുത്താണ് ഗൈസ്. ഒരു സെറ്റ് ഇന്നലെ ഇരുന്ന് എഴുതി വെച്ച്, ഒരു 300 എണ്ണം ഇരുന്ന് എഴുതി വെച്ച്, ഇനി ഒരു 500 എണ്ണം കൂടി ഉണ്ട്. അതിരുന്ന് എഴുതുവാണ് ഗൈസ്. അപ്പോൾ സമയം ഒരു 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. സൺഡേ ഡൈമ ലൈഫാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര കാശാണ് ഗൈസ്. നിങ്ങൾ നോക്കരുത്. കേരളത്തിൽ എട്ടരയാകുമ്പോഴത്തേക്കും 100 എണ്ണം എഴുതി തീർക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമുക്ക് വേഗം എഴുതി തീർക്കാം ഗൈസ്. അലക്കാൻ പോയി. നമുക്ക് കുറച്ച് ചൂടുവെള്ളം കുടിക്കണം. ചൂടുവെള്ളമാക്കാം. ഇത് ചൂടാക്കിയാൽ മതി. നമ്മൾ കപ്പ വൃത്തിക്ക് കഴുകി ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് കഴുകി വേവിക്കാൻ വെച്ച് നമ്മളിതിനകത്തിന് ചക്കക്കുരുവും കഴുകിയിട്ടു. ഇതിനാ കപ്പക്ക. ഇത് കപ്പക്കാണ് ഗൈസ്. തേങ്ങ ഇന്ന് എന്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജീരകം വേണമെന്ന് എനിക്ക് പറയുന്നത് അത്ര മതി. കപ്പയിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് എന്നിട്ട് ആ അരവങ്ങ ചേർത്ത് നമ്മൾ ഇങ്ങനെ ഇളക്കും. ഒറ്റപ്പാടം നടക്കാം. നല്ല ഗുണമാണ്. നമ്മളെ കപ്പ ആയിട്ടുണ്ട്. അങ്ങനെ വാട്ടുകപ്പയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിന്നോക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് വാട്ടുകപ്പ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് നമ്മൾ കഴിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഒന്നുകൂടി എഴുതുവാണ്. എഴുതി കഴിഞ്ഞിട്ടില്ല. സമയം ഇപ്പോൾ 2 മണിയായി. എൻ്റെ എംപോസിഷൻ ഇതുവരെ എഴുതി കഴിഞ്ഞില്ല. ഇനി ഒരു 125 എണ്ണം കൂടി ഇപ്പോൾ കഴിഞ്ഞു. എക്സാം ഉണ്ട്. അങ്ങനെ നമ്മൾ എംപോസിഷൻ 528 എംപോസിഷൻ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടാണ് സുഹൃത്തുക്കളെ. ഇതിനടുത്ത് ഞാൻ ചായയെല്ലാം കുടിച്ച് കുളിയെല്ലാം കഴിഞ്ഞ്. അപ്പോൾ മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ചെറുതായിട്ട് ഇടിയും കൂട്ടുന്നുണ്ട്. നമ്മൾ ഹെയർ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉലുവ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്യണോ വേണ്ടോ ഞാൻ ആലോചിക്കുകയാണ് ഹെയറിലിടാൻ. ഞാൻ എത്രയാണ് എഴുതി നോക്കുക. ഉയ്യോ കുറേ ഇരുന്ന് എഴുതി കഴിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ പഠിക്കാത്തതുകൊണ്ടല്ലേ എംപോസിഷൻ കിട്ടിയെന്ന്. സത്യത്തിൽ അങ്ങനെയല്ല. നമുക്ക് എക്സാം എഴുതിയിട്ട് 80% മേലെ മാർക്കണം. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിൽ നമ്മൾ എഴുതുക. അപ്പം കോള് വന്നു. അപ്പോൾ ബാക്ക് അടിഞ്ഞ് പിന്നെ എഴുതാൻ പറ്റൂല. അങ്ങനെ കിട്ടിയതാണ് എംപോസിഷൻ. അങ്ങനെ എന്തോ കഴിഞ്ഞ്. വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ടഫുള്ളൊരു കുറേ കൺഫ്യൂഷനാകുന്ന ടൈപ്പ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും 80% കിട്ടുമെന്നില്ല. അതുകൊണ്ട് അങ്ങനെ എന്തായാലും എംപോസിഷൻ എഴുതി കഴിഞ്ഞ് സമാധാനം. ഈ കുറേ നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. അപ്പോൾ അതിരുന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. അങ്ങനെ നമ്മൾ പാക്ക് സെറ്റ് ആയിട്ടുണ്ട്. തലയെല്ലാം കഴുകി ഗൈസ്. ഇനി ശേഷമുള്ള വീഡിയോസും ഞാൻ അധികം എടുത്തില്ല. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ഗൈസ്.